ദേശത്തിന്റെ സരസ്വതി ക്ഷേത്രങ്ങളാണ് വിദ്യാലയങ്ങൾ. അത് വെറും പഠന കേന്ദ്രങ്ങളല്ല, സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ്. അറിവിന്റെയും സംസ്കാരത്തിന്റെയും ആദ്യ പാഠങ്ങൾ നാം പഠിക്കുന്നത് ഈ ക്ലാസ് മുറികളിൽ നിന്നാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദേശത്തിനും അതിന്റെ വിദ്യാലയങ്ങളുടെ മികവും പുരോഗതിയും അഭിമാനം നൽകുന്ന കാര്യമാണ്. പന്തല്ലൂർ GUP സ്കൂൾ സ്ഥാപിക്കപ്പെട്ടിട്ട് അരനൂറ്റാണ്ടിലധികം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എണ്ണമറ്റ കുരുന്നുകൾ വിദ്യ നുകർന്നു പോയ ഈ കലാലയത്തിന്റെ വാർഷികാഘോഷത്തിലാണ് നമ്മളിപ്പോൾ ആഹ്ലാദപൂർവ്വം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. 1960 ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഇന്ന് 700-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു. പഠനകാര്യങ്ങളിൽ മാത്രമല്ല, കലാ കായിക രംഗങ്ങളിലും പ്രതിഭ തെളിയിച്ച വിദ്യാലയമാണ് ഇത്. 30-ലധികം വർഷങ്ങളായി മഞ്ചേരി സബ് ജില്ലാ കായികമേളയിൽ കിരീടം ചൂടിയ ചരിത്ര നേട്ടം നമുക്ക് സ്വന്തമാണ്. 52 വർഷത്തോളം ഈ ദേശത്തെ കുരുന്നുകൾക്ക് വിദ്യ വിളമ്പിയ ഈ കേദാരത്തിൽ ഈ വർഷം നടന്ന പഠന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതിന്റെ ചുരുക്ക വിവരണമാണ് ഞങ്ങളിവിടെ നൽകുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നു പറഞ്ഞത് കുട്ടികളുടെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷാണ്. വായിച്ചു വളരുന്ന കുട്ടികളുടെ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് സ്കൂളിലെ മലയാളം ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പരിപാടിയാണ് വായനാരസം. അതിന്റെ ഭാഗമായി ഈ വർഷം എല്ലാ ക്ലാസ് മുറികളിലും ക്ലാസ് ലൈബ്രറികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികളിൽ നിന്ന് സംഭാവനയായി കിട്ടിയ പുസ്തകങ്ങളാണ് ലൈബ്രറികളെ അലങ്കരിക്കുന്നത്. സ്കൂളിലെ ലൈബ്രറി പുസ്തകങ്ങളുടെ വിപുലീകരണത്തിനായി കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതികളിൽ ഉൾപ്പെടുത്തി 90,000 രൂപയുടെ പുസ്തകങ്ങൾ നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എന്നത് ആഹ്ലാദകരമായ കാര്യമാണ്. നമ്മുടെ സ്കൂളിലെ ലൈബ്രറി പുസ്തകങ്ങൾ രക്ഷിതാക്കൾക്ക് കൂടി ലഭ്യമാകുന്ന അമ്മ വായന എന്ന പരിപാടി ഈ വർഷം മുതൽ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന കുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു കുട്ടിക്ക് മാസം തോറും ഒരു ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നുണ്ട്. ഇതിനായി പ്രത്യേകം ലെറ്റർ ബോക്സ് വെച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് ലൈബ്രറി കൗൺസിൽ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മലയാള പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ സവിശേഷമായ രീതിയിൽ പ്രദർശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ഒരു പ്രവർത്തനമായ അഭിമുഖം തയ്യാറാക്കലിന്റെ ഭാഗമായി സംഗീതം, സാഹിത്യം, നൃത്തം, കായികം എന്നീ മേഖലകളിൽ മികവ് തെളിയിച്ച ഈ സ്കൂളിലെ തന്നെ അധ്യാപകരെ കുട്ടികൾ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി. 6ാം ക്ലാസ്സിലെ ചിത്രശലഭങ്ങൾ എന്ന നാടകം കുട്ടികൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു. ആഗോള പ്രാധാന്യമുള്ള ഭാഷയാണല്ലോ ഇംഗ്ലീഷ്. സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന അനേകം പരിപാടികളാണ് ഈ വർഷം നടന്നത്. ജൂലൈ 26 പ്രകൃതി സംരക്ഷണ ദിനം, ആഗസ്റ്റ് 6 യുദ്ധവിരുദ്ധ ദിനം, സെപ്റ്റംബർ 14 ഓസോൺ ദിനം എന്നിവയുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ നടത്തിയ പോസ്റ്റർ നിർമ്മാണ മത്സരം, ഗ്രാൻഡ് പാരന്റ്സ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന ഗ്രീറ്റിംഗ് കാർഡ് മത്സരം, നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗ മത്സരം എന്നിവ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയെ അനായാസം കൈകാര്യം ചെയ്യാനും ഡിക്ഷണറി ഉപയോഗിക്കുന്നതിൽ പരിശീലനം നൽകാൻ വേണ്ടി നടത്തിയ ഡിക്ഷണറി മേക്കിംഗ് ആക്ടിവിറ്റി ഫലപ്രദമായ ഒരു പ്രവർത്തനമായിരുന്നു. ഇംഗ്ലീഷ് പാഠഭാഗത്തെ ആസ്പദമാക്കി കുട്ടികൾ നടത്തിയ സ്ക്രിപ്റ്റ് മികച്ചതായി. രാഷ്ട്രഭാഷയായ ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പഠന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു സുരീലി ഹിന്ദി എന്ന പരിപാടി. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തിയ ഈ പരിപാടി രാഷ്ട്രഭാഷയെ സ്നേഹിക്കാനും അനായാസം ഉപയോഗിക്കാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി. ലോക ഹിന്ദി ദിനവുമായി ബന്ധപ്പെട്ട് ജില്ലാതലത്തിൽ നടത്തിയ വിജ്ഞാൻ സാഗർ എന്ന പരീക്ഷയിൽ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുകയുണ്ടായി. ശാസ്ത്ര പഠന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ശാസ്ത്ര പഠനോപകരണ ശില്പശാല. കുട്ടികൾ തയ്യാറാക്കിയ അനേകം പഠനോപകരണങ്ങളുടെ നിർമ്മാണവും പ്രദർശനവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ചാന്ദ്രാദിനത്തോടനുബന്ധിച്ച് നടത്തിയ കൊളാഷ് മത്സരം, ഓസോൺ ദിനത്തിൽ നടത്തിയ ക്വിസ് മത്സരം, കർഷക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചുമർ പത്രികാ നിർമ്മാണം എന്നിവ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായിരുന്നു. ശാസ്ത്ര ലാബ് വിപുലീകരണം, ശാസ്ത്ര ലൈബ്രറിയുടെ രൂപീകരണം എന്നിവ നടന്നു. എല്ലാ ക്ലാസ് മുറികളിലും ശാസ്ത്രമൂലകൾ തയ്യാറാക്കി. സ്കൂളിൽ ഒരു ജൈവ വൈവിധ്യ പാർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പിന്നിലും ശാസ്ത്ര ക്ലബിന്റെ വലിയ പരിശ്രമമുണ്ട്. യുറീക്ക ശാസ്ത്ര കേരളം വിജ്ഞാന പരീക്ഷയും സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്.
സാമൂഹ്യശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ മികച്ച ഒന്നാണ് ഫോട്ടോ ഗ്യാലറി. ചരിത്രകാരന്മാർ, നവോത്ഥാന നായകർ എന്നിവയുടെ 3D ചിത്രങ്ങളും വിവിധ ഭൂപടങ്ങളും ഇവിടെ മനോഹരമായി ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ഈ വർഷം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് പ്രാദേശിക വിഭവ ഭൂപട നിർമ്മാണം എന്ന പ്രവർത്തനം. ഇതിന്റെ ഭാഗമായി സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച 18 വിദ്യാർത്ഥികൾ ചേർന്ന് 7-ാം വാർഡിലെ പ്രധാന സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, റോഡുകൾ, ജലാശയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു വിഭവ ഭൂപടം തയ്യാർ ചെയ്തു. അതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് കുട്ടികളിൽ അറിവും അവബോധവും സൃഷ്ടിക്കുന്നതിലും നേതൃത്വ പാടവം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും മുമ്പിൽ അവതരിപ്പിച്ച മോക്ക് പാർലമെന്റ് ഈ വർഷത്തെ മികച്ച പ്രവർത്തനമായി. പാലക്കാട് ഭാഗത്തേക്ക് ഒരു പഠനയാത്രയും നടത്തിയിരുന്നു. തെരഞ്ഞെടുത്ത 20ഓളം കുട്ടികൾക്ക് ഗണിത പോഷണ പരിപാടിയുമായി ബന്ധപ്പെടുത്തി ഗണിത ജ്യോതി എന്ന പരിശീലന പരിപാടിയായിരുന്നു സ്കൂളിലെ ഗണിത ക്ലബിന്റെ സവിശേഷ പരിപാടികളിലൊന്ന്. TLM ഗണിത ശില്പശാല, ഗണിത കോർണർ എന്നിവ തയ്യാറാക്കി. കുട്ടികൾക്ക് ഗണിത വിഷയങ്ങളിൽ താൽപര്യം ജനിപ്പിക്കുന്നതിനും ഗണിതം രസകരമാക്കുന്നതിനും ഉദ്ദേശിച്ച് ഗണിത ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. ന്യൂ മാത്സ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ഫാത്തിമ നജില ഒ, ഫാത്തിമ നിദ പി, ദേവിക ദിനേശ് എന്നീ കുട്ടികൾ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷവും കൂടി അറിയിക്കട്ടെ. പുതുമയാർന്ന പഠന പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഈ വർഷത്തെ അറബിക് ഭാഷാ പഠന പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടന്നത്. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ അബ്ദുറഹ്മാൻ മാസ്റ്റർ സെപ്റ്റംബർ 5-ന് അറബിക് ക്ലബ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സ്കൂൾ തല അറബിക് കലോത്സവത്തോടനുബന്ധിച്ച് പദപ്പയറ്റ്, പദകേളി, തർജുമ, ക്വിസ്, ഗാനം, സംഘഗാനം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് പ്രത്യേക സമ്മാനം നൽകുകയും ചെയ്തു. ലോക അറബിക് ദിനം ഡിസംബർ 18 വിവിധ പരിപാടികളോടെയാണ് സ്കൂളിൽ ആഘോഷിച്ചത്. അറബിക് കാലിഗ്രാഫി പ്രദർശനം വിദ്യാർത്ഥികളിൽ പുത്തൻ ഉണർവുണ്ടാക്കി. മത്സരാടിസ്ഥാനത്തിൽ നടത്തിയ പ്രദർശനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനവും നൽകി. കൂടാതെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കുവാൻ പറ്റുന്ന രീതിയിൽ 2 മാസം നീണ്ടുനിന്ന അലിഫ് അറബിക് ക്വിസ് പ്രോഗ്രാം വളരെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. അറബി സാഹിത്യ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ക്വിസ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്കൊരു വേറിട്ട അനുഭവമായി. നമ്മുടെ വിദ്യാലയത്തിന്റെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അറബിക് മാഗസിൻ മലപ്പുറം ജില്ലയിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയത് അഭിമാനം നൽകുന്ന ഒരു പ്രവർത്തനമാണ്. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ഉറുദു അതിന്റെ ലാളിത്യവും സാരസ്യവും കൊണ്ട് സഹൃദയ മനസ്സുകളെ പുളകം കൊള്ളിക്കുന്നു. വിശ്വകവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ജന്മദിനമായ നവംബർ 9 ലോക ഉറുദു ദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തോടനുബന്ധിച്ച് ഇഖ്ബാൽ ടാലന്റ് സെർച്ച് എക്സാമിൽ സബ് ജില്ലയിൽ 1-ാം സ്ഥാനവും ജില്ലയിൽ A ഗ്രേഡും ലഭിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ മികവുറ്റ മാഗസിൻ സബ് ജില്ലയിലേക്ക് തെരഞ്ഞെടുത്തു. പഠനോത്സവം 2019 പദ്ധതിയിൽ 5, 6, 7 ക്ലാസുകളിലെ പഠന പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ച് കുട്ടികളുടെ തത്സമയ അവതരണവും പ്രദർശനവും നടത്തി. ദേശീയ ഉറുദു ദിനമായ ഫെബ്രുവരി 15-ന് കുട്ടികളുടെ മോത്തിയാം എന്ന പേരിൽ ഒരു കയ്യെഴുത്തു മാഗസിൻ പ്രകാശനം ചെയ്യപ്പെട്ടു. ഈ വർഷം നിർമ്മാണ പ്രവർത്തന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപകരണങ്ങളും കൗതുക വസ്തുക്കളും നിർമ്മിച്ചുകൊണ്ട് ശ്രദ്ധേയമായത് വർക്ക് എക്സ്പീരിയൻസ് വിഭാഗമാണ്. പാഴ്വസ്തുക്കൾ കൊണ്ട് കൗതുക വസ്തുക്കൾ നിർമ്മിക്കൽ, പേപ്പർ ക്രാഫ്റ്റ്, വിത്തുപേന, ഫയലുകൾ, പൗച്ചുകൾ, ഗ്രീറ്റിംഗ് കാർഡുകൾ എന്നിവയെല്ലാം നിർമ്മിക്കുന്നതിനുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ നോട്ട്ബുക്ക് നിർമ്മാണം, ക്യാരി ബാഗ് നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഓഫീസ് ഫയൽ നിർമ്മാണം എന്നിവയിലും പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. ധാരാളം മികച്ച പ്രവർത്തനങ്ങളോടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തെ വരും വർഷങ്ങളിലും മികവോടെ നിലനിർത്താൻ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അനുഗ്രഹാശിസ്സുകളും രക്ഷിതാക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മേലിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലഘു പ്രദർശനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.